Good morning dear students. നമുക്കിന്ന് ബാക്ടീരിയോഫേജസിൻ്റെ സ്ട്രക്ചറും റെപ്ലിക്കേഷനും പഠിക്കാം. ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് those are viruses that attack or infect bacteria. They are submicroscopic organisms with size ranges from 24 to 200 nanometer. ലാർജസ്റ്റ് നോൺ ഫേജ് എന്ന് പറയുന്നത് T4 ഫേജ് ആണ്. അതിൻ്റെ സൈസ് 200 നാനോമീറ്റർ ലെങ്തും 80 to 100 നാനോമീറ്റർ വിഡ്ത്തുമാണ്. ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഹോസ്റ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മെറ്റബോളിസവും റിപ്രൊഡക്ഷനും സാധ്യമാക്കുന്നു. ബാക്ടീരിയോഫേജസ് യുബിക്വിറ്റസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നു. ബാക്ടീരിയ ഉള്ള എല്ലായിടത്തും ബാക്ടീരിയോഫേജും എക്സിസ്റ്റ് ചെയ്യുന്നു. ബാക്ടീരിയോഫേജസിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്ലാനറ്റിൽ ഏകദേശം 10⁻31 ബാക്ടീരിയോഫേജസ് പ്രസൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫേജസ്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ദ ടാക്സോണമി ഓഫ് വൈറസ് ബാക്ടീരിയോഫേജസിനെ അതിൻ്റെ മോർഫോളജിയുടെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും ബേസിൽ 19 ഫാമിലീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 19 ഫാമിലീസിലെ 2 ഫാമിലീസിൽ പെടുന്ന ബാക്ടീരിയോഫേജസിൽ RNA ആയിരിക്കും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. ബാക്കി 17 ഫാമിലീസിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആയിരിക്കും. ഇതിലെ 5 ഫാമിലീസ് എൻവലപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയോഫേജസ് ആയിരിക്കും. 9 ഫാമിലീസ് ഓഫ് ബാക്ടീരിയോഫേജസ് ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നു. റിമൈനിങ് 9 ഫാമിലീസ് ആർക്ക് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നു. മിച്ചമുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ബാക്ടീരിയോഫേജ് ബാക്ടീരിയയും ആർക്കെയും ഒരുപോലെ തന്നെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ളതാണ്. ആ ഫാമിലിയെ പറയുന്ന പേരാണ് ടെക്റ്റിവിറിഡെ. ഇനി നമുക്ക് ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് ബാക്ടീരിയ നോക്കാം. സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ബാക്ടീരിയോഫേജ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ബാക്ടീരിയോഫേജസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് ഉണ്ട്, ടെയിലുണ്ട്, ടെയിൽ അറ്റാച്ച് ചെയ്തിട്ടൊരു ബേസൽ പ്ലേറ്റ് ഉണ്ട്, ബേസൽ പ്ലേറ്റിൽ നിന്നും ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ നോക്കാം. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നുകിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും. DNA ആയാലും RNA ആയാലും ഒന്നുകിൽ അത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആയിരിക്കും. ഒന്നുകിൽ അത് ലീനിയർ ഫോമിലായിരിക്കും അല്ലെങ്കിൽ അത് സർക്കുലാറായിട്ടായിരിക്കും ജനറ്റിക് മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്ട്രക്ചറൽ കമ്പോണൻ്റാണ് ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള കവറിംഗ് ആണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതും സൈസ് എന്ന് പറയുന്നതും ഡിഫറെൻറ്റ് ബാക്ടീരിയോഫേജിൽ ഡിഫറെൻറ്റ് ഷേപ്പും സൈസും ആയിരിക്കും. കോമൺ ആയിട്ട് കാണുന്ന 2 ഷേപ്സാണ് ഇക്കോസാഹെഡ്രൽ ഷേപ്പും അതുപോലെ തന്നെ ഫിലമെൻറ്റസ് ഷേപ്പും. ഇക്കോസാഹെഡ്രൽ എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം 20 സൈഡഡ് ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് ആയിരിക്കും. ഫിലമെൻറ്റസ് എന്ന് പറയുമ്പോൾ മച്ച് ട്യൂബുലാർ ഷേപ്പുള്ള ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് ആയിരിക്കും. ഇനി അതിൻ്റെ അടുത്ത സ്ട്രക്ചറൽ കമ്പോണൻ്റാണ് അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത്. ടെയിൽ മിക്ക ഫേജുകളിലും ടെയിൽ ഹെഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. എന്നാൽ ചില ഫേജസിൽ ടെയിൽ ആബ്സെൻ്റ് ആയിരിക്കും. ടെയിൽ എന്ന് പറയുന്നത് ഒരു ഹോളോ ട്യൂബാണ്. ആ ഹോളോ ട്യൂബ് വഴിയാണ് ന്യൂക്ലിക് ആസിഡ് പാസ് ചെയ്തിട്ട് ബാക്ടീരിയയിലേക്ക് ഇൻഫെക്ഷൻ്റെ സമയത്ത് എത്തുന്നത്. ഈ ടെയിലിൻ്റെ സൈസും വേരി ചെയ്യുന്നു. T4 ഫേജിൽ ടെയിലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു കൺട്രാക്റ്റൈൽ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. ഇൻഫെക്ഷൻ്റെ സമയത്ത് ബാക്ടീരിയോഫേജ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺട്രാക്റ്റൈൽ ഷീത്ത് കൺട്രാക്റ്റ് ചെയ്തിട്ടാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA അല്ലെങ്കിൽ DNA ബാക്ടീരിയയിലേക്ക് പാസ് ചെയ്യുന്നത്. ടെയിലിൻ്റെ എൻഡിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ബേസൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ബേസൽ പ്ലേറ്റിൽ ഒന്നോ അതിൽ കൂടുതലോ ടെയിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ആയിരിക്കും. ഈ ടെയിൽ ഫൈബേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഇൻഫെക്ഷൻ്റെ സമയത്ത് അറ്റാച്ച് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഫേജിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിൽ മെയിനായിട്ടുള്ളത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA അല്ലെങ്കിൽ RNA. അതൊന്നുകിൽ സർക്കുലർ ആവാം അല്ലെങ്കിൽ ലീനിയർ ആവാം, ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആവാം. ജനറ്റിക് മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു പ്രോട്ടീനേഷ്യസ് കവറിംഗ് ഉണ്ട്. അതിനെ ഹെഡ് അല്ലെങ്കിൽ ക്യാപ്സിഡ് എന്ന് പറയുന്നു.
ഹെഡ് ലീഡ് ചെയ്ത് പോകുന്ന ഒരു സ്മോൾ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ നെക്കെന്ന് പറയുന്നത്. നെക്കിൽ നിന്നും എമേർജ് ചെയ്ത് വരുന്ന ട്യൂബുലാർ എക്സ്റ്റൻഷനാണ് ടെയിൽ എന്ന് പറയുന്നത്. ടെയിലിനെ കവർ ചെയ്തുകൊണ്ട് കൺട്രാക്റ്റൈൽ ഷീത്ത് ചില ബാക്ടീരിയോഫേജസിൽ കാണപ്പെടാം. ടെയിലിൻ്റെ എൻഡിലായിട്ട് കാണുന്ന റെക്റ്റാങ്കുലർ സ്ട്രക്ചറാണ് ബേസൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ബേസൽ പ്ലേറ്റിൽ നിന്നും ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഈ ടെയിൽ ഫൈബേഴ്സ് വഴിയാണ് ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടും ബാക്ടീരിയോഫേജസിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് റെപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിൻ്റെ റെപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയയിലെത്തിക്കഴിഞ്ഞാൽ ഫേജ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് ഫേജ് പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 5 ഡിഫറെൻറ്റ് സ്റ്റേജസ് വഴിയാണ് ഫേജ് ബാക്ടീരിയൽ സെല്ലിനകത്തിൽ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അറ്റാച്ച്മെൻറ്റ്, പെനട്രേഷൻ, ബയോസിന്തസിസ് ഓഫ് ഫേജ് കമ്പോണൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് റിലീസ്. അപ്പോൾ റെപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയോഫേജ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് എ ലിവിങ് ബാക്ടീരിയൽ സെൽ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് 5 ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. അറ്റാച്ച്മെൻറ്റ് സ്റ്റേജിൽ ബാക്ടീരിയോഫേജിൻ്റെ ടെയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടെയിൽ ഫൈബേഴ്സിൻ്റെ സഹായത്തോടുകൂടി ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്പീഷീസ് സ്പെസിഫിക് ആണ്. എല്ലാ ബാക്ടീരിയോഫേജും എല്ലാ ബാക്ടീരിയയും ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ടെയിൽ ഫൈബർ വന്ന് ഏത് സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണോ ഇൻഫെക്റ്റ് ചെയ്യേണ്ട ആ ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈനിൽ മാത്രമേ വന്ന് അറ്റാച്ച് ചെയ്ത് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെനട്രേഷനാണ്. പെനട്രേഷനിൽ അറ്റാച്ച് ചെയ്ത ടെയിൽ ഫൈബറിൻ്റെ റീജിയണിലേക്ക് ബാക്ടീരിയ ലൈസോസൈമൽ എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആ ലൈറ്റിക് എൻസൈംസ് പ്ലാസ്മ മെംബ്രെയിൻ, ആ ടെയിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്ത് അത്രയും റീജിയണിലുള്ള പ്ലാസ്മ മെംബ്രെയിനെ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹോളിലൂടെ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയൽ സൈറ്റോപ്ലാസത്തിലേക്ക് വൈറസ് ഇൻജെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രം ഇപ്പോൾ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടന്നിട്ടുണ്ട്. ബാക്കി ബാക്ടീരിയോഫേജിൻ്റെ അതിൻ്റെ ഹെഡായാലും അതിൻ്റെ ടെയിലായാലും ടെയിൽ ഫൈബേഴ്സ് ആയാലും ബേസൽ പ്ലേറ്റ് ആയാലും എല്ലാം ബാക്ടീരിയയുടെ സെല്ലിന് പുറത്ത് വെച്ച് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മാറുന്നു. ഈ സ്റ്റെപ്പിനെയാണ് പെനട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെനട്രേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA അല്ലെങ്കിൽ DNA മാത്രം, വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA അല്ലെങ്കിൽ DNA ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെനട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫേജ്. ഇതിൽ ഇപ്പം നമ്മൾ അറ്റാച്ച്മെൻറ്റും പെനട്രേഷനുമേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ബയോസിന്തസിസ് ഓഫ് ഫേജ് കമ്പോണൻറ്റും മെച്ചുറേഷനും റിലീസും പറയാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഈ ഫേജിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ആ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാവും. ഫേജിനെ നമ്മൾ രണ്ടായിട്ടാണ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ലൈറ്റിക് ഫേജ് എന്നും ലൈസോജനിക് ഫേജ് എന്നും. ലൈറ്റിക് ഫേജിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ലൈറ്റിക് ഫേസിലൂടെ കടന്നു പോകുന്ന ഫേജുകളെയാണ് നമ്മൾ ലൈറ്റിക് ഫേജ് എന്ന് പറയുന്നത്. ലൈറ്റിക് ഫേസിലൂടെ കടന്നു പോകുന്ന ഫേജസ് ആണ് ലൈറ്റിക് ഫേജ് എന്ന് പറയുന്നത്. ലൈറ്റിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊക്യാരിയോട്ടിൽ വന്ന് വൈറസ് ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ലൈസോസോമൽ എൻസൈം ഉപയോഗിച്ച് ബാക്ടീരിയൽ സെല്ലിനെ മൊത്തമായിട്ട് വൈറസ് നശിപ്പിച്ചതിന് ശേഷം ഫേജ് പാർട്ടിക്കിൾ മാത്രം ലൈസ് ചെയ്ത ബാക്ടീരിയൽ സെൽ വോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ലൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ലൈറ്റിക് ഫേസ് നടത്തുന്ന ബാക്ടീരിയോഫേജിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റിക് ഫേജ് എന്ന്. ഓക്കെ, അപ്പം മോഡ് ഓഫ് റെപ്ലിക്കേഷൻ അനുസരിച്ചാണ് എങ്ങനെയാണ് ഫേജ് ഒരു ബാക്ടീരിയൽ സെല്ലിനകത്ത് ചെന്നിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് ബാക്ടീരിയോഫേജിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിലെ ഫസ്റ്റ്
ടൈപ്പ് ബാക്ടീരിയോഫേജാണ് ലൈറ്റിക് ഫേജ്. ലൈറ്റിക് ഫേസിന് വിധേയമാകുന്ന ബാക്ടീരിയോഫേജാണ് ലൈറ്റിക് ഫേജ് എന്ന് പറയുന്നത്. ലൈറ്റിക് ഫേസിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ പറഞ്ഞു, ബാക്ടീരിയക്കകത്തേക്ക് ബാക്ടീരിയോഫേജ് തൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻജെക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാക്ടീരിയൽ സെല്ലിനെ മൊത്തമായിട്ട് ഈ ബാക്ടീരിയോഫേജ് നശിപ്പിച്ചതിന് ശേഷം ആ വൈറസ് കുഞ്ഞുങ്ങൾ മാത്രം ആ ബാക്ടീരിയോഫേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ലൈറ്റിക് ഫേസ്. അത് നടത്തുന്ന ഫേജാണ് ലൈറ്റിക് ഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയൽ സെല്ല് നടക്കുന്നു. അതാണ് ലൈറ്റിക് ഫേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ലൈസിസ് ഓഫ് ബാക്ടീരിയൽ സെല്ല് നടക്കുന്നു ഫേജിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം. അടുത്ത ലൈസോജനിക് ഫേസ്. ലൈസോജനിക് ഫേസ് നടത്തുന്നത് ലൈസോജനിക് ഫേജുകളാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെൽ വോളിനെ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് നശിപ്പിക്കുന്നില്ല. അതിനു പകരം ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ സെല്ലിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു പ്രോഫേജായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ലൈസോജനിക് ഫേസിൽ ലൈസിസ് ഓഫ് ബാക്ടീരിയ നടക്കുന്നില്ല, മറിച്ച് ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ ക്രോമസോമിനകത്തിൽ ഒരു പ്രോഫേജായിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഈ ലൈസോജനിക് ഫേജിലൂടെ കടന്നു പോകുന്ന ബാക്ടീരിയോഫേജ് മിക്കവാറും ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഇനേർട്ട് സ്റ്റേജിലായിരിക്കും. അവർ ഒരു റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫേജിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും റെപ്ലിക്കേഷനും എല്ലാം തന്നെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് മൂലം അവർ ഇനേർട്ടായിട്ട് എത്ര കാലം വേണമെങ്കിലും ഒരു ലേറ്റൻ്റ് സ്റ്റേജിൽ അവർക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങനെ ലേറ്റൻ്റ് സ്റ്റേജിൽ ഇനേർട്ടായിട്ട് ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് ലൈസോജനിക് ഫേസ് എന്ന് പറയുന്നത്. ഈ ലൈസോജനിക് ഫേസിൽ പ്രോഫേജ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബാക്ടീരിയ ഡോട്ടർ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ബൈനറി ഫിഷൻ വഴി റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്ടീരിയയ്ക്കൊപ്പം തന്നെ ബാക്ടീരിയയുടെ ക്രോമസോമിനകത്തിരിക്കുന്ന ഈ പ്രോഫേജ് DNA റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ ഡോട്ടർ സെല്ലിലും ഈ പ്രോഫേജ് DNAയും അല്ലെങ്കിൽ പ്രോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയലും എല്ലാ പ്രോജനി ബാക്ടീരിയയിലും എത്രത്തോളം പ്രോജനി ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ആ ജനറേഷനിലെല്ലാം തന്നെ ഈ പ്രോഫേജ് DNAയും കൈമാറി പോകുന്നുണ്ട്. അതാണ് ലൈസോജനിക് ഫേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ബാക്ടീരിയോഫേജ് ബാക്ടീരിയ നശിപ്പിക്കുന്നില്ല, ലൈറ്റിക് സൈക്കിളിലേക്ക് കടത്തിവിടുന്നില്ല, ബാക്ടീരിയൽ സെല്ലിന് യാതൊരു കേടും വരുന്നില്ല. ബാക്ടീരിയക്കകത്തിൽ ബാക്ടീരിയോഫേജ് ഒരു പ്രോഫേജായിട്ട് നിലകൊണ്ടുകൊണ്ട് ബാക്ടീരിയയുടെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ഈ പ്രോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കൈമാറി പോകുന്നു. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എല്ലാ ബാക്ടീരിയൽ കുഞ്ഞുങ്ങൾക്കും ഈ വൈറസിൻ്റെ ഒരു പ്രോഫേജ് DNA അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കാണപ്പെടും. ഇതാണ് ലൈസോജനിക് ഫേസ്. ബയോസിന്തസിസ് ഓഫ് ഫേജ് കമ്പോണൻസ്. ബയോസിന്തസിസിൽ 2 സ്റ്റെപ്പാണുള്ളത്. ഇൻ്റഗ്രേഷൻ ഓഫ് ഫേജ് ജനറ്റിക് മെറ്റീരിയൽ ടു ഹോസ്റ്റ് ജീനോം. അത് ലൈസോജനിക് ഫേജസ് ആണ് കാണിക്കുന്നത്. ലൈസോജനിക് ഫേസിൽ കൂടെ പോകുന്ന ലൈസോജനിക് ഫേജാണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയുടെ ക്രോമസോമിൽ കൊണ്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് പ്രോഫേജ് DNA ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് ഫേജ് കമ്പോണൻസ്. ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് ലൈറ്റിക് ഫേസിലൂടെ പോകുന്ന ലൈറ്റിക് ഫേജ് മാത്രമായിരിക്കും. അവ മാത്രമേ ഉള്ളൂ ബാക്ടീരിയോഫേജിന് വേണ്ട പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ ബാക്ടീരിയോഫേജ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് ലൈറ്റിക് ഫേസിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റിക് ഫേജുകൾ മാത്രമായിരിക്കും. കൺവേർഷൻ ഓഫ് ലൈസോജനിക് സൈക്കിൾ ടു ലൈറ്റിക് സൈക്കിൾ. ലൈസോജനിക് സൈക്കിളിൽ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി പ്രോഫേജ് ആയിട്ട് ബാക്ടീരിയയുടെ ക്രോമസോമിൽ ബാക്ടീരിയോഫേജ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ആ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന എല്ലാ ഡോട്ടർ സെല്ലുകളിലും ഈ പ്രോഫേജും അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ലൈസോജനിക് ബാക്ടീരിയോഫേജ് ലൈറ്റിക് സൈക്കിളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞാൽ ആ ലൈസോജനിക് ബാക്ടീരിയോഫേജ് ആ എൻ്റയർ ബാക്ടീരിയയെ ഡിസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയോഫേജിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ആ ബാക്ടീരിയയുടെ സെൽ വോളിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നു. അതിനെയാണ് നമ്മൾ ലൈസോജനിക് സൈക്കിൾ ടു ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ്. ഒന്നുകിൽ യു വിയുടെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ചില കെമിക്കൽസ് ഒക്കെ വരുമ്പോൾ ഈ ബാക്ടീരിയോഫേജ് പ്രോഫേജ് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ ക്രോമസോമിൽ നിന്നും ആക്റ്റീവ് ആകുകയും അത് ലൈറ്റിക് ഫേസിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് മെച്ചുറേഷൻ സംഭവിക്കുകയും അത് ബാക്ടീരിയൽ ക്രോമസോമിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ബാക്ടീരിയയുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസിനെയൊക്കെ സിന്തസൈസ് ചെയ്യുകയും റെപ്ലിക്കേഷൻ നടത്തി ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടത്തി ബാക്ടീരിയോഫേജസിന് വേണ്ട പ്രോട്ടീൻസും ക്യാപ്സിഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യാനുള്ള അസംബിൾ ചെയ്യാനുള്ള പാക്കിംഗ് സിഗ്നലിൻ്റെ പ്രസൻസിൽ അത് അസംബിൾ ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മെച്ചുവേർഡ് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ സെൽ വോൾ ബ്രേക്ക് ചെയ്ത് ലൈസ് ചെയ്ത് പുറത്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിലീസ് എന്ന് പറയുന്നത്. റിലീസ് ഓഫ് ബാക്ടീരിയോഫേജസ് ഫ്രം ബാക്ടീരിയൽ സെൽ. ഇങ്ങനെ ലൈസോജനിക് സൈക്കിളും ലൈറ്റിക് സൈക്കിളും കാണിക്കുന്ന ഒരു ഫേജിന് എക്സാമ്പിളാണ് ഫേജ് ലാംഡ വിച്ച് ഈസ് ഇൻഫെക്റ്റിംഗ് ഇക്കോളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഫേജ് ലാംഡ. അത് ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും ഒരുപോലെ കാണിക്കുന്ന ബാക്ടീരിയോഫേജിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫേവറബിളായിട്ടുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ ബാക്ടീരിയ നശിപ്പിക്കാതെ ലാംഡ ഫേജ് ബാക്ടീരിയക്കകത്തിൽ തന്നെ പ്രോഫേജായിട്ട് നിലകൊള്ളും. അൺഫേവറബിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ അത് ബാക്ടീരിയയെ ലൈസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയൽ സെൽ വാളിനെ ബ്രേക്ക് ചെയ്ത് ഒത്തിരിയേറെ ലാംഡ ഫേജ് ബാക്ടീരിയോഫേജസ് ആയിട്ട് സെല്ലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ലൈറ്റിക് സൈക്കിളിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ബാക്ടീരിയോഫേജ് വന്നിട്ട് ഒരു ബാക്ടീരിയൽ സെല്ലിൽ ടെയിൽ ഫൈബേഴ്സ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ അറ്റാച്ച് ചെയ്ത ബാക്ടീരിയോഫേജ് ടെയിൽ ഫൈബേഴ്സ് ഇരിക്കുന്ന റീജിയണിലെ സെൽ വോൾ ലൈസ് ചെയ്തതിന് ശേഷം ലൈറ്റിക് എൻസൈംസ് അങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് ആ റീജിയണിലെ സെൽ വോൾ ലൈസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വൈറൽ ക്രോമസോമിനെ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇറക്കുന്നു. അതാണ് പെനട്രേഷൻ. തേർഡ് സ്റ്റേജിൽ ആ ബാക്ടീരിയോഫേജ് സെല്ലിനകത്തിരിക്കുന്ന ബാക്ടീരിയൽ ക്രോമസോമുകളെ ചെറുതായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹോസ്റ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അത് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈറസിന് വേണ്ട പ്രോട്ടീൻസും എൻസൈമുകളെയൊക്കെ അത് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ലൈറ്റിക് സൈക്കിൾ ആയതുകൊണ്ട് ഈ ബാക്ടീരിയ ലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയയുടെ സെൽ വോൾ റപ്ചർ ചെയ്തിട്ട് ബാക്ടീരിയയിൽ നിന്നും അസംബിൾ ചെയ്ത ബാക്ടീരിയോഫേജസ് ആയിട്ട് അത് ലൈസിസ് വഴി റിലീസ് ചെയ്യുന്നു. അതാണ് മെച്ചുറേഷൻ ആൻഡ് റിലീസ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇനി അടുത്തത് ലൈസോജനിക് സൈക്കിളാണ്. ലൈസോജനിക് സൈക്കിളിൽ ബാക്ടീരിയ സെല്ലിലേക്ക് ബാക്ടീരിയോഫേജ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്ത ബാക്ടീരിയോഫേജ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ടെയിൽ ഫൈബേഴ്സിൻ്റെ അത്രയും അറ്റാച്ച് ചെയ്ത റീജിയനിലുള്ള സെൽ വോൾ ബാക്ടീരിയയുടെ ലൈസിസ് വഴി ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇവിടെ ബാക്ടീരിയൽ ക്രോമസോമിലേക്ക് ഈ വൈറൽ ജീനോം വന്ന് പ്രോഫേജ് എന്ന രൂപത്തിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഈ ബാക്ടീരിയൽ സെല്ലിന് യാതൊരു ദോഷവും ഉണ്ടാക്കാതെ ആ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ബാക്ടീരിയൽ സെല്ലിലേക്കും ഈ പ്രോഫേജ് അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ലൈസോജനിക് സൈക്കിളിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് ലൈസോജനിക് ടു ലൈറ്റിക് സൈക്കിൾ. ലൈസോജനി ഫേസിലേക്ക് ഇരുന്ന ഒരു ബാക്ടീരിയോഫേജ് എങ്ങനെയാണ് ലൈറ്റിക് സൈക്കിളിലേക്ക് കടന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേരത്തെ ലൈസോജനിക് സൈക്കിൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ടീരിയോഫേജിനെയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതാദ്യം ബാക്ടീരിയയുടെ സർഫസിലേക്ക് ബാക്ടീരിയോഫേജ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു.
ടെയിൽ ഫൈബേഴ്സിൻ്റെ റീജിയനിലെ സെൽ വോൾ അത് ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ക്രോമസോമിനെ ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ലൈസോജനിക് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ പ്രോഫേജായിട്ട് ബാക്ടീരിയയുടെ ക്രോമസോമിൽ ഫേജിൻ്റെ ക്രോമസോം വന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ലൈസോജനിക് സൈക്കിൾ ഫോളോ ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്യുന്ന എല്ലാ ബാക്ടീരിയൽ സെല്ലിലേക്കും തൻ്റെ ക്രോമസോമിനെ പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഇത് എത്ര ജനറേഷൻ വേണമെങ്കിലും ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രോഫേജ് DNA ബാക്ടീരിയയുടെ സെല്ലിലേക്ക് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലായിരിക്കും ഇതിലെ ഏതെങ്കിലും ഒരു ബാക്ടീരിയൽ സെൽ, ഇപ്പം നമുക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിനാണ് ആ ഫസ്റ്റ് ജനറേഷനിലെ തന്നെ സെല്ലിനെ എടുത്ത് ഞാൻ കാണിച്ചേക്കുന്നത്. അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ 10, 20 അല്ലെങ്കിൽ 200 ജനറേഷൻ കഴിഞ്ഞിട്ടാവാം. ചിലപ്പോൾ അങ്ങനെ വേണമെന്നും നിർബന്ധമില്ല. ആക്സിഡൻ്റലായിട്ടാണ് ലൈസോജനിക് സൈക്കിൾ ലൈറ്റിക് സൈക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എക്സ്ട്രീം കണ്ടീഷൻസ് ആയിട്ടുള്ള UVയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കൽസിൻ്റെ പ്രസൻസോ ആയിരിക്കും. അപ്പോൾ ആ പ്രസൻസ് വരുമ്പോഴത്തേക്കിന് ഇനാക്റ്റീവായിട്ടിരുന്ന പ്രോഫേജ് ഈ കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ UVയുടെ പ്രസൻസിൽ ആക്റ്റീവ് ആകുകയും അത് ലൈറ്റിക് സൈക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലൈറ്റിക് സൈക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിരുന്ന പ്രോഫേജ് ഈ ബാക്ടീരിയയുടെ ക്രോമസോമുകളെല്ലാം നശിപ്പിച്ചിട്ട് അതിൻ്റെ മെഷീനറി കൈക്കലാക്കിക്കൊണ്ട് ബാക്ടീരിയോഫേജിന് വേണ്ട ഫേജിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ടും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലും അതിന് മറ്റ് വേണ്ട പ്രോട്ടീൻസും എൻസൈംസിനെയൊക്കെ സെക്രീറ്റ് ചെയ്തിട്ട് അത് മെച്യൂർ ചെയ്ത് അസംബിൾ ചെയ്തിട്ട് ഫേജ് പ്രോജനിയായിട്ട് ആ ബാക്ടീരിയൽ സെൽ വോൾ ലൈസ് ചെയ്തിട്ട് ആ സെല്ലിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇതങ്ങനെയാണ് ഒരു ലൈസോജനിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഡിസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ലൈറ്റിക് സൈക്കിൾ വഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.